ഹായ് ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജെമിനയിലെ, അതായത് നമ്മുടെ ഗൂഗിൾ ജെമിനയിലെ ഓപ്പൺ ലൈവിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് നിങ്ങളുടെ താഴത്തെ കമൻറ്റ് ബോക്സിൽ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ഫോണാണ്. ഇതിനകത്ത് ഞാൻ ജീഷോ സ്ക്രീൻ റീഡറാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടോട്ട് ബാഗ് ഇട്ടോ അല്ലെങ്കിൽ ജീഷോ ഇടുന്ന ആൾക്കാരാണെങ്കിൽ ജീഷോ ഇട്ടെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിതാ ജെമിനി എടുക്കാം. ജെമിനി എടുക്കാം. ആസ്ക് ജെമിനി ടെക്സ്റ്റ് ബോക്സ് അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അത് ആവശ്യമില്ലാതെ ഞാൻ ബാക്ക് അടിച്ചു. അപ്പോൾ നമുക്ക് ഓപ്പൺ ലൈവിൽ പോവാം. ഓക്കെ, ഓപ്പൺ ജെമിനി ലൈവിൽ നമ്മൾ കയറി കഴിഞ്ഞു. ഹലോ, സ്റ്റോപ്പ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കും, അതും കാര്യമാക്കരുത്. ഓക്കെ, അപ്പോൾ ടേൺ ഓൺ വീഡിയോ സ്ക്രീനിങ് ഓൺ ആക്കിയിട്ടുണ്ട്. ചെക്ക് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ നോക്കാം. ജെമിനി, എൻ്റെ തൊട്ട് ബാക്കിൽ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അപ്പോൾ ഞാൻ ചോദിക്കാം. ജെമിനി, എൻ്റെ തൊട്ട് ബാക്കിൽ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഗൂഗിൾ ഫ്ലൈറ്റ്സ്, ഗൂഗിൾ ഹോട്ടൽസ്, ഗൂഗിൾ മാപ്സ്, യൂട്യൂബ് എന്നിവയിൽ നിന്നും കൂടാതെ സുഹൃത്തുക്കളെ, ഇതിങ്ങനെയാണ് ഇടയ്ക്ക്. ജെമിനി പറയൂ, എൻ്റെ ബാക്കിൽ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഗൂഗിൾ ഫ്ലൈറ്റ്സ്, ഗൂഗിൾ ഹോട്ടൽസ്, ഗൂഗിൾ മാപ്സ്, യൂട്യൂബ് എന്നിവയിൽ നിന്നും കൂടാതെ നിങ്ങളുടെ വർക്ക് സ്പേസ് അക്കൗണ്ടിൽ നിന്നുള്ള ജിമെയിലിൽ നിന്നും ഡോക്സിൽ നിന്നുമുള്ള വിവരങ്ങൾ എനിക്ക് സംഘടിപ്പിക്കാനാകും. കൂടുതൽ വിപുലീകരണങ്ങൾ പതിവായി ചേർക്കുന്നതിനാൽ ഇതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ. നമുക്കൊന്ന് നോക്കാം. അപ്പം ജെമിനി, എൻ്റെ തൊട്ട് ബാക്കിൽ എന്തെങ്കിലും ഉണ്ടോ? പറയൂ. ഇപ്പോൾ ഗൂഗിൾ ഫ്ലൈറ്റ്സ്, ഗൂഗിൾ ഹോട്ടൽസ്, ഗൂഗിൾ മാപ്സ്, എന്നിവയിൽ നിന്നും കൂടാതെ നിങ്ങളുടെ വർക്ക് സ്പേസ് അക്കൗണ്ടിൽ നിന്നുള്ള ജിമെയിലിൽ നിന്നും ഇത് പരസ്യമാണ്. ഇപ്പം പരസ്യം കഴിഞ്ഞാൽ അത് പറയുമായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ചോദിക്കാം. ജെമിനി പറയൂ, എൻ്റെ തൊട്ട് ബാക്കിൽ ആരാണ് നിൽക്കുന്നത്? നിങ്ങളുടെ പുറകിൽ ഒരു കുട്ടികളുടെ സൈക്കിൾ കാണുന്നുണ്ട്. അതിനെക്കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത്? അപ്പോൾ കറക്റ്റായിട്ടാണ് പറഞ്ഞത്. സൈക്കിളാണ് കാണുന്നത്. അപ്പോൾ അടുത്ത ജെമിനി, ആ സൈക്കിളിൽ എന്തൊക്കെയാണ് കാണുന്നത്? പറയൂ. ആ സൈക്കിളിൽ ഒരു കൊട്ടയും ചവിട്ടാനുള്ള പെഡലും പിന്നിൽ സപ്പോർട്ട് വീലുകളും കാണുന്നുണ്ട്. വേറെന്തെങ്കിലും അറിയാനുണ്ടോ? ജെമിനി, ഇങ്ങോട്ട് ആരാണ് നിൽക്കുന്നത്? എൻ്റെ തൊട്ട് ബാക്കിൽ ഒരാൾ നിൽക്കുന്നുണ്ടല്ലോ, അത് ആരാണ്? അത് ആരാണ് നിൽക്കുന്നത്? കുട്ടിയാണോ അത് ആളാണോ? പറയൂ. നിങ്ങളുടെ തൊട്ട് പിന്നിൽ ഒരാൾ നിൽക്കുന്നുണ്ട്, പക്ഷേ വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല. കൂടുതൽ വ്യക്തമായ ദൃശ്യം കാണിക്കാമോ? അപ്പോൾ അങ്ങനെയാണ് സുഹൃത്തുക്കൾ. അപ്പോൾ നമുക്ക് കണ്ടോ, ഇത്തരത്തിലാണ് ഈ ജെമിനി ഇങ്ങനെ പറയാറുണ്ട്. എൻ്റെ മുന്നിൽ ആരാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അത് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് അടുത്തൊരു ബുക്ക് വായിച്ച് നോക്കിക്കാം. നമുക്ക് ജെമിനി അടുത്ത്. ജെമിന, ഈ ബുക്ക് ഒന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒന്ന് വായിച്ചു തരാമോ? തീർച്ചയായും. ഇപ്പോൾ ലിറ്റിൽ മെർമെയ്ഡിനെ കുറിച്ചുള്ള ഭാഗമാണ് കാണുന്നത്. Now the little mermaid was at a soft corner in his heart for the prince. It was love at first sight, but he too had a soft corner in his heart for the little mermaid. ഇതിന്റെ മലയാളം പരിഭാഷ ഇങ്ങനെയാണ്: രാജകുമാരന്റെ ഹൃദയത്തിൽ ലിറ്റിൽ മെർമെയ്ഡിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. ആദ്യ നോട്ടത്തിൽ തന്നെ അവൾ അവനെ സ്നേഹിച്ചു. അവനും ലിറ്റിൽ മെർമെയ്ഡിനോട് ഇഷ്ടം തോന്നിയിരുന്നു. കണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പേജ് നമ്പർ ഉൾപ്പെടെ വായിക്കാൻ പറയാം. ഇതിൻ്റെ പേജ് നമ്പർ ഉൾപ്പെടെ ഒന്നും മലയാളത്തിലും ഇംഗ്ലീഷിലും വായിക്കൂ. തീർച്ചയായും. പേജ് 16 വാചകം ഇതാ: Now the little mermaid was at a soft corner in his heart for the prince. It was love at first sight, but he too had a soft corner in his heart for the little mermaid. ഇതിന്റെ മലയാളം പരിഭാഷ ഇങ്ങനെയാണ്: രാജകുമാരന്റെ ഹൃദയത്തിൽ ലിറ്റിൽ മെർമെയ്ഡിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. ആദ്യ നോട്ടത്തിൽ തന്നെ അവൾ അവനെ സ്നേഹിച്ചു. അവനും ലിറ്റിൽ മെർമെയ്ഡിനോട് ഇഷ്ടം തോന്നിയിരുന്നു. കണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് വായിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇങ്ങനെ. അപ്പം നിങ്ങളും നിങ്ങളുടെ ഫോണിൽ ഇത് ചെയ്ത് നോക്കുക. അപ്പം ജീഷോ ഉപയോഗിക്കുന്ന ആൾക്കാരും ഇത് ചെയ്യും. അപ്പം നമുക്കൊരു വേറൊരു കാര്യം കൂടി നമുക്ക് നോക്കാം. ജെമിനി ലൈവിൽ വീണ്ടും ഞാൻ ഓപ്പൺ ജെമിനി ലൈവ് എടുത്തു. സംസാരിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ
വീഡിയോ ഓഫ് ചെയ്തിട്ടാണ്, അതായത് ക്യാമറ ഞാൻ ഇപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്യാമറ ഓഫ് ചെയ്തിട്ട് ചോദിക്കാം. ജെമിന പറയൂ, പ്രധാനമന്ത്രിയുടെ എന്തെങ്കിലും കാര്യങ്ങൾ പറയൂ. തീർച്ചയായും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. അദ്ദേഹം 2014 മുതൽ ഈ സ്ഥാനം വഹിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ ഇന്ത്യ സാമ്പത്തിക വളർച്ച, അടിസ്ഥാന സൗകര്യ വികസനം കൂടാതെ നിരവധി സാമൂഹിക പരിഷ്കരണങ്ങൾക്കും സാക്ഷി വഹിച്ചു. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ മൈക്രോഫോൺ നമുക്ക് ആവശ്യമില്ല, കാരണം മൈക്രോഫോൺ വെച്ച് പറയുകയാണെങ്കിൽ അത് പെട്ടെന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൈവിലാണ് കൂടുതൽ ഇത് ആക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ശ്രമിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾ ടോട്ട് ബാഗ് ഉപയോഗിക്കുന്ന ആൾക്കാർ ടോട്ട് ബാഗ് വെച്ച് ശ്രമിച്ച് നോക്കുക. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഞാനിതാ ബാക്ക് ഇറങ്ങാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ജെമിനിയുടെ ഫീച്ചർ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.